إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله يا عباد الله അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെ മറക്കാതെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വിഷയം പരലോകം എന്നതാണ്. നമുക്കൊക്കെ അറിയാവുന്ന, ധാരാളമായി നമ്മളൊക്കെ കേട്ടിട്ടുള്ള, നമ്മളൊക്കെ വിശ്വസിക്കുന്നതായ ഒരു കാര്യമാണ് പരലോകം. മറ്റൊരു ലോകം, ഈ ലോകം വിട്ട് മറ്റൊരു ലോകത്തേക്ക് നമുക്ക് പോകാനുണ്ട്. അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ വിശാലമായി കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ദൗത്യം, അതിലേറ്റവും പ്രധാനമായ ഒരു ഭാഗമായിരുന്നു പരലോകത്തെ സംബന്ധിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക എന്നത്. ആ ഒരു കാര്യം പഠിപ്പിക്കുക എന്നത് പ്രവാചകന്മാരുടെയൊക്കെ ഒരു ദൗത്യമായി തന്നെ പരിശുദ്ധ ഖുർആനും പ്രമാണങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതൊരു വിഷയമായിരുന്നു. അതുപോലെ തന്നെ അവർ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമാണ്, നിങ്ങളൊക്കെ അള്ളാഹുലേക്ക് തിരിച്ചു പോകേണ്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ലോകത്തേക്ക് നിങ്ങൾ എത്തും. അവിടെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഫലങ്ങൾ ലഭിക്കാനുണ്ട്. ഒരുപക്ഷെ തെറ്റാണ് ചെയ്തതെങ്കിൽ, തിന്മയിലാണ് ജീവിച്ചതെങ്കിൽ അതിന് തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. നന്മകൾ ചെയ്ത് സുഹൃതങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സുഖങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലും തിരുനബിയുടെ സുന്നത്തിലുമൊക്കെ ധാരാളമായി ഖിയാമത്ത് നാളിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സവിസ്തരം നമുക്ക് കാണാൻ കഴിയും. ചെറിയൊരു സമയം കൊണ്ട് പറഞ്ഞു തീർക്കുക എന്നത് പ്രയാസമാണ്. പരലോകത്തെ സംബന്ധിച്ച്, ആ ലോകത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യത്യസ്ത പേരുകളിൽ അതിനെ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പേരുകൾ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവം അറിയിക്കുവാൻ വേണ്ടി പ്രയോഗിച്ചത് കാണാം. പരലോകത്തെ ഭയാനകത ഓർമ്മപ്പെടുത്തുന്ന പേരുകൾ അതിന് പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു പേര് യൗമുൽ ഖിയാമ. ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് എന്ന്. അപ്പൊ ആ ദിവസത്തെ സംബന്ധിച്ച് ആ ഒരു പേര് ധാരാളമായി നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിൽ കാണുന്ന ഒരു പേര് യൗമുൽ ഖിയാമ, ഖിയാമത്തിന്റെ ദിവസം എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ ഒരു പേര് അൽ യൗമുൽ ആഖിർ, അവസാന ദിവസം, അൽ യൗമുൽ ആഖിർ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് അസ്സാഅത്ത്, സമയം. അസ്സാഅത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ ആ ദിവസത്തെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന സ്സാഅത ലആതിയത്തുൻ, ആ ദിവസം, ആ സമയം അത് വരിക തന്നെ ചെയ്യും എന്നൊക്കെ പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ യൗമുൽ ബഅസ്, പുനരുജ്ജീവനത്തിന്റെ ദിവസം. ഈ ലോകത്ത് നമ്മൾ മരിച്ചുപോയാലും ഇനി അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് പുനർജീവിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ഒരു പേരിലും യൗമുൽ ബഅസ്, ആ ഒരു അർത്ഥത്തിലും യൗമുൽ ബഅസ് എന്ന് പ്രയോഗിച്ചത് കാണാൻ കഴിയും. മറ്റൊരു പേര് യൗമുൽ ഖുറൂജ്, പുറപ്പെടുന്ന ദിവസം. പരലോകത്തെ സംബന്ധിച്ച് അള്ളാഹ് പ്രയോഗിച്ചതാണ് യൗമുൽ ഖുറൂജ്
യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ, നിങ്ങളുടെ ഖബറുകളിൽ നിന്ന് ഖബറാളികൾ അവിടെ നിന്ന് പുറത്തു പോരുന്ന, അള്ളാഹുവിലേക്ക് പുറത്തു പോരുന്ന ഒരു ദിവസം, യഖ്റുജൂന പുറപ്പെടുന്ന ദിവസം എന്നൊക്കെ യൗമുൽ ഖുറൂജ് എന്ന് അതിനെ പ്രയോഗിച്ച പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അൽ ഖാരിഅ, ആ വലിയ സംഭവം, ആ സംഭവം ഖിയാമത്ത് നാളിനെയാണ് അൽ ഖാരിഅ, വലിയ സംഭവം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ദിവസത്തെ സംബന്ധിച്ച് അൽ ഖാരിഅ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൗമുൽ ഫസ്ല്, വേർതിരിക്കുന്ന ദിവസം. ഫസ്ലി എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക. അതുകൊണ്ട് യൗമുൽ ഫസ്ല്, അന്ന് മുജ്രിമീങ്ങളെയും തെറ്റുകാരെയും കുറ്റക്കാരെയും നിഷേധികളെയും എല്ലാവരെയും വേർതിരിക്കും, വിശ്വാസികളെയും ഒക്കെ വേർതിരിക്കും. അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ വേർതിരിക്കുന്ന ദിവസം യൗമുൽ ഫസ്ൽ എന്ന് പ്രയോഗിച്ചത് കാണാം. മറ്റൊന്ന് യൗമുദ്ദീൻ, ദീനിന്റെ ദിവസം. ദീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രതിഫലം എന്നാണ്. പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന് യൗമുദ്ദീൻ. അതുകൊണ്ടാണ് ഫാത്തിഹ സൂറത്തിൽ നമുക്ക് കാണാം മാലിക് യൗമിദ്ദീൻ, യൗമുദ്ദീൻ എന്നവിടെ പ്രയോഗം കാണാം. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാളിന്റെ മാലിക്, അതിന്റെ രാജാവ് എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. ആ നിലക്കും പരിശുദ്ധ ഖുർആൻ അതിനെ പേര് പരാമർശിച്ചിട്ടുണ്ട്. മറ്റൊന്ന് അസ്സാഹ. സ്വാഹ എന്ന് പറഞ്ഞാൽ വലിയൊരു ഘോരമായ ശബ്ദം, വലിയൊരു ശബ്ദം. അപ്പം അന്നുണ്ടാകുന്ന ഒരു പ്രയാസത്തെയാണ് അവിടെ അറിയിക്കുന്നത്. അതും ഈ ഒരു ദിവസത്തെയാണ് അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അത്താമ്മത്തുൽ കുബ്ര എന്നൊരു പേര് അതിന് കാണാം. അതുപോലെ തന്നെ യൗമുൽ ഹസ്ര, യൗമുൽ ഹസ്രത്ത് എന്ന് കാണാം. അതുപോലെ തന്നെ അൽ ഗാശിയ, അതുപോലെ തന്നെ യൗമുൽ ഖുലൂദ് അതിന് മറ്റൊരു പേരാണ്. യൗമുൽ ഹിസാബ് മറ്റൊരു പേരാണ്. അൽ വാഖിഅ മറ്റൊരു പേരാണ്. അതുപോലെ തന്നെ യൗമുൽ ആസിഫ, യൗമുൽ ജംഅ, അൽ ഹാഖ തുടങ്ങി ധാരാളം പേരുകൾ, എത്രയോ പേരുകൾ പരിശുദ്ധ ഖുർആൻ ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ദിവസത്തെ ചേർത്തുകൊണ്ട് ഇന്ന ദിവസം ഇന്ന ദിവസം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ധാരാളമായി അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ പേരായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഉള്ളടക്കം ആ ദിവസങ്ങളിൽ വരാൻ പോകുന്ന വലിയ പ്രയാസങ്ങളെയാണ് ഈ പേരുകളൊക്കെ അറിയിക്കുന്നത്. അന്നത്തെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ ഈ പേരുകൾ അറിയിക്കുന്നുണ്ട്. യൗമുത് തലാഖ്, യൗമുത് തനാദ്, അന്ന് വിളിക്കപ്പെടുന്ന ദിവസമായിരിക്കും അത്. യൗമുത് തഗാബുൻ, അതുപോലെ തന്നെ വഞ്ചിക്കപ്പെടുന്ന ദിവസമായിരിക്കും അത്. തെറ്റുകൾ ചെയ്തു പോയ ആളുകൾക്ക് അവിടുന്ന് ആ വഞ്ചന തിരിച്ചറിയുന്ന ദിവസമായിരിക്കും അത്. അള്ളാഹുവേ, ഞങ്ങൾ ഇവിടുന്ന് വഞ്ചിക്കപ്പെട്ടല്ലോ ദുനിയാവിൽ നിന്ന്. ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു, പക്ഷേ ഞങ്ങളതൊന്നും അനുസരിക്കാതെ ജീവിച്ചു. ഇന്ന് ഞങ്ങൾ പ്രയാസത്തിൽപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു ദിവസം യൗമുത് തഗാബുൻ, തഗാബുനായിരിക്കും, പിന്നെ അവർക്ക് രക്ഷയുണ്ടാവുകയില്ല എന്നൊക്കെ അർത്ഥത്തിൽ അതിന്റെ പേരുകൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ ധാരാളം പേരുകൾ പരലോകത്തെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ധാരാളം പേരുകളുടെ ഉള്ളടക്കങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ അതിന്റെ പ്രയാസങ്ങൾ എത്രയുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന്, പരലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ആളുകളും അന്ന് മരിക്കുമെന്നാണ്. ആ ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ, ആ പരലോകത്തേക്ക് വേണ്ടിയുള്ള ഒരു അവസാനമായ ദിവസം നടക്കുമ്പോൾ, ഖിയാമത്ത് നാൾ നടക്കുമ്പോൾ എല്ലാ മനുഷ്യരും അന്ന് മരിക്കുമെന്നാണ്. എല്ലാം മരിച്ച് പിന്നീട് അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരു സംവിധാനമുണ്ട്. അത് കാഹളത്തിൽ ഊതുക എന്നതാണ്. അന്നഫ്ഖു ഫിസ്സൂർ, ഒരു കാഹളത്തിൽ അന്ന് ഊതപ്പെടുമെന്നാണ്. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കാണ് അത് ഊതുക എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഈ നിലക്ക് അള്ളാഹു സംവിധാനിച്ച സംവിധാനമാണ്. എല്ലാ ആളുകളെയും, ആ ലോകത്ത് അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെയൊക്കെ മരിപ്പിക്കുവാൻ വേണ്ടി ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിലൂടെ ആളുകൾ മരിക്കും. അവസാനം രണ്ടാമത്തെ ഒരു ഊത്തൂതും, ആ ഊത്തിൽ എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങുമെന്നാണ്. ആദ്യത്തെ ഊത്തിൽ എല്ലാവരും ബോധം കെട്ടുകൊണ്ട് നിലത്ത് വീഴുമെന്നാണ്. ശേഷം അവർ ഉയർന്നെൽപ്പിക്കപ്പെടുന്നത് രണ്ടാമത്തെ ഊത്തിലൂടെ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നാണ്. അപ്പൊ ആ ദിവസമായിരിക്കും ഖിയാമത്ത് നാള് സംഭവിക്കുക. എന്നാൽ ഖിയാമത്ത് നാളിനെ കുറിച്ച് വന്ന പരാമർശങ്ങളിലൊക്കെ കാണാം, അവിടെയൊക്കെ സഹാബത്ത് അവർ പേടിച്ചിരുന്നു എന്നാണ്. ആ സമയത്ത്
എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് സംഭവം. സഹാബത്ത് ജീവിച്ചിരുന്ന കാലത്താണ്. അപ്പൊ അവർ സഹാബത്തി ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുമ്പോൾ, അതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുമ്പോഴൊക്കെ അവർ പേടിച്ചിരുന്നു. അത് നാളെയാകുമോ, അടുത്ത ദിവസമാകുമോ എന്നുള്ള പേടി, ഭയം അവർക്കുണ്ടായിരുന്നു എന്നാണ്. എത്രയോ കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് അടയാളങ്ങൾ, പ്രത്യക്ഷമായി തന്നെ അടയാളങ്ങൾ പ്രകടമായി വരുന്ന ഒരു കാലം നമ്മിലേക്കൊക്കെ അടുത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളാണ് ഏറ്റവും കൂടുതൽ അവരെക്കാളൊക്കെ ഇന്ന് പേടിക്കേണ്ടത് ആ കാര്യത്തെക്കുറിച്ച് എന്ന് ഓർമ്മപ്പെടുത്താറുള്ളത്. ആ ഒരു രണ്ടാമത്തെ ഊത്ത് വന്നതിലൂടെ എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങുമെന്നാണ്. വനുഫിഖ ഫിസ്സൂർ ഫസഇക മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ളതെല്ലാം ആ ഒറ്റ ഊത്തിൽ തന്നെ ബോധരഹിതരായി വീഴുമെന്നാണ്. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ, പിന്നെ രണ്ടാമതൊരു ഊത്ത് ഊതുന്നതാണ്. ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ, അപ്പൊ അവരൊക്കെ എഴുന്നേറ്റുകൊണ്ട് ഇങ്ങനെ നോക്കുമെന്നാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരു സംവിധാനം അങ്ങനെയാണ്. ആളുകളെയൊക്കെ മരിപ്പിക്കും. രണ്ടാമത്തെ ഊത്തിലൂടെ അവരൊക്കെ എഴുന്നേറ്റ് അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങുമെന്നാണ്. മറ്റൊന്ന്, ഈ ആളുകളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മഹ്ശറ വൻസഭയിലേക്ക്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂട്ടുമെന്നാണ്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അതിൽ നിന്ന് ആരും തന്നെ മാറി നിൽക്കുവാൻ കഴിയുകയില്ല എന്നാണ്. ഹദീസുകളും ആയത്തുകളും ഒക്കെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അള്ളാഹുവിലേക്ക്, മഹ്ശറ വൻസഭയിലേക്ക് അവർ എത്തിക്കൊണ്ടേയിരിക്കും. ആ ആളുകൾ ഓരോരുത്തരായിക്കൊണ്ട് അവർ ആ മഹ്ശറയിലേക്ക് കൂട്ടം കൂട്ടമായി കൊണ്ട് എത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അങ്ങനെ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും. ആരും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുകയില്ല. എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുമിച്ച് കൂട്ടുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ രണ്ട് ഊത്ത് അതിനിടയിൽ 40 ദിവസത്തിന്റെ ദൈർഘ്യമുണ്ടാകുമെന്നാണ്. 40 മാ ബൈന നഫ്ഖതൈനി 40, അതിനിടയിൽ 40 ദിവസത്തിന്റെ മാറ്റമുണ്ടാകും. സുമ്മ യൻസിലു മിനസ് സമാഇ മാഉൻ, അതിന്റെ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ഒരു ആകാശത്ത് നിന്ന് ഒരു മഴ വർഷിക്കുന്നതാണ്. ആ മഴയെ സംബന്ധിച്ച് പറഞ്ഞത് ഒരു മഞ്ഞു പോലെയുള്ള രൂപത്തിലായിരിക്കും അത് ഉണ്ടാവുക. അവർക്ക് സുബൈക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചാറ്റൽ പോലെയുള്ള ആ രീതിയിലായിരിക്കും ആ മഴ വർഷിക്കുക. അതിൽ നിന്ന് ഫയംബുതൂന കമാ യംബുതുൽ ബഖൽ, എങ്ങനെയാണോ ഒരു മഴ പെയ്ത് സസ്യലതാദികൾ മുളച്ചു വരുന്നത് എന്നതുപോലെ മനുഷ്യൻ എല്ലാവരും മുളച്ചു വരുമെന്നാണ്. അതുപോലെയായിരിക്കും ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അത് മനുഷ്യൻ അവിടെ മരിച്ചു കടന്നാലും, ഖബറിലായി കടന്നാലും, മണ്ണിലായി കടന്നാലും അവന്റെ ഒരു അംശം അവിടെ ബാക്കിയാകുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അവന്റെ ഏറ്റവും അവസാനമായി ബാക്കിയാകുന്ന ഒരു എല്ലുണ്ട്, അജുബുദ്ദനബ്, അവന്റെ വാൽ കഷ്ണം എന്നാണ് അതിന് പ്രയോഗം തന്നെ. ആ വാൽ കഷ്ണം അവിടെ ബാക്കിയാകും. ഒരു മനുഷ്യൻ മരിച്ചവനെ ഖബറടക്കിയാലും അതവിടെ നശിച്ചു പോവുകയില്ല. ആ വാൽക്കുറ്റിയിൽ നിന്ന്, ആ ഒരു ചെറിയ എല്ലിന്റെ കഷ്ണത്തിൽ നിന്ന് അവനെ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ്. അങ്ങനെ അതിൽ നിന്ന് യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്കുള്ള മനുഷ്യനെ അതിൽ നിന്നാണ് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുക എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രവുമല്ല, ഈ സൃഷ്ടി, നമ്മൾ ഇന്ന് ജീവിക്കുന്നു, നമ്മുടെ ശരീരമുണ്ട്, നമ്മുടെ ആത്മാവുണ്ട്. എന്നാൽ അന്ന് നമ്മൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് വേറൊരു സൃഷ്ടി തന്നെയായിരിക്കുമെന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അവർക്ക് മരണം ബാധിക്കുകയില്ല എന്നാണ്. അവർക്ക് മരണം ബാധിക്കുകയില്ല, ആ തടിക്ക് മരണം ബാധിക്കുകയില്ല. നരകവാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചപ്പോൾ ഒരു പ്രയോഗം നമുക്ക് ഇങ്ങനെ കാണാം, വയതീഹിൽ മൗതു മിൻ കുല്ലി മക്കാനിൻ വമാ ഹുവ ബിമയ്യിത്തിൻ. അവരിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും മരണം വന്നുകൊണ്ടിരിക്കും, പക്ഷേ അവർ മരിക്കുകയില്ല എന്നാണ്. മരണം വന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്ന ഉദ്ദേശം, ആ നരകത്തിൽ അവർ കേൾക്കുന്ന പ്രഹരങ്ങൾ, അവർ കേൾക്കുന്ന ചൂട്, അവർ കേൾക്കുന്ന പ്രയാസങ്ങൾ, അതൊക്കെ ഒരാൾ മരിക്കാൻ കണ്ട സമാനമായ പ്രഹരങ്ങളായിരിക്കും. അതുപോലെയുള്ള ചൂടായിരിക്കും, തീയായിരിക്കും അവർ ഓരോ സമയത്തും കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് വമാഹുവ ബിമയ്യിത്തിൻ, അവർ മരിക്കുകയില്ല എന്നാണ്. അതിന്റെ ആ ആസ്വാദനം എന്താണോ, ആ പ്രയാസം അവർ ആസ്വദിച്ചു കൊണ്ടേയിരിക്കും. അതാണ് നരകത്തിലുണ്ടാവുക എന്ന് പറയുന്നിടത്ത് അവർ മരിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ വീണ്ടും സൃഷ്ടിക്കപ്പെടുമ്പോൾ
അവിടെ മരിക്കാത്തവരായിട്ടാണ് സൃഷ്ടിക്കപ്പെടുന്നത്. മാത്രവുമല്ല അവർക്ക് ചിലതൊക്കെ കാണാൻ കഴിയും. ഇന്ന് നമുക്ക് കാണാൻ കഴിയാത്ത പല കാര്യങ്ങളും അവർ അന്ന് കാണുമെന്നാണ്. മലായിക്കത്തിന് അവർക്ക് കാണാൻ കഴിയും, ജിന്ന് വർഗത്തെ അവർക്ക് കാണാൻ കഴിയും. അങ്ങനെ അവിടെ കാഴ്ചയിൽ തന്നെ ഒരു വ്യത്യാസമുണ്ടാകും എന്ന് പഠിപ്പിക്കപ്പെടുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഈ ആളുകളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നിന്ന് അള്ളാഹുവിന്റെ മഹ്ശറ വൻസഭയിലേക്ക് ഒരുമിച്ച് കൂട്ടുമെന്നാണ്. ദാലിക യൗമുൻ മജ്മൂഉൻ ലഹുൻ നാസു വദാലിക യൗമുൻ മശ്ഹൂദ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിൽ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ്. അതാണ് മഹ്ശറ വൻസഭ എന്ന് പറയുന്നത്. എല്ലാവരും ഒരുപോലെയാണ്. അന്ന് ആദ്യം ജീവിച്ചു പോയ സമുദായമുണ്ടാകും, അവസാനം വരെ ജീവിക്കുന്ന ആളുകളും ഉണ്ടാകും. ആദ്യത്തവരും അവസാനത്തവരും ഒക്കെ ഉണ്ടാകുമെന്നാണ്. ലമജ്മുഊന ഇലാ മീഖാത്തി യൗമിൻ മഅലൂം. എല്ലാവരും അല്ലാഹുവിന്റെ ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീന ലമജ്മുഊന ഇലാ മീഖാത്തി യൗമിൻ മഅലൂം. പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, അതാ ഒന്നാമത്തെ സമുദായവും അവസാന സമുദായവും എത്ര ആളുകളുണ്ടോ അവരെല്ലാവരും, ആദ്യക്കാരും അവസാനക്കാരും എല്ലാവരും ലമജ്മുഊന ഇലാ മീഖാത്തി യൗമിൻ മഅലൂം, അറിയപ്പെട്ട ആ ദിവസത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടുമെന്നാണ്. ഒരു മീഖാത്തിലായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടുമെന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പ്രയോഗിച്ചത്. അപ്പൊ എല്ലാവരും അന്ന് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. മാത്രവുമല്ല എങ്ങനെയാണ് ആളുകൾ ഉണ്ടാവുക, അവിടെ അവസ്ഥ എന്തായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും മഹ്ശൂറൂന ഹുഫാതൻ ഉറാതൻ ഉർല. നിങ്ങൾ നഗ്നഭാതരായി വിവസ്ത്രരായി കൊണ്ട് ചെലാകർമ്മം പോലും ചെയ്യാത്തവരായിട്ടായിരിക്കും കടന്നു വരിക എന്നാണ്. ഒരു കുട്ടി ജനിച്ചാൽ എങ്ങനെയോ അതുപോലെ ഒന്നും ചെയ്യാത്തവരായി, കയ്യിലൊന്നും ഇല്ലാത്തവരായി, ഒരുപാട് സമ്പാദിച്ചവരായിരിക്കാം, ഇവിടെ ഒരു വലിയ പണമുള്ള ധനാഢ്യനായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് മക്കളുള്ള ആളുകളായിരിക്കാം. എന്തായിരുന്നാലും അവിടെ വരുന്നവർ ഇതൊന്നും കയ്യിലേന്തിയല്ല വരിക, ഈ ഒരു സ്ഥാനമാനങ്ങൾ കയ്യിലേന്തിയല്ല വരിക, മറിച്ച് എല്ലാവരും ഒരുപോലെ ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ വിവസ്ത്രരായി കൊണ്ടായിരിക്കും വരിക എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു എന്നാണ്, പ്രവാചകരെ അപ്പൊ ആളുകൾ പരസ്പരം നോക്കൂലേ, അവർ കളിയാക്കുകയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നത്തെ ദിവസം സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ ഉണ്ടാകും ഒരുപാട് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച്, താൻ ചെയ്തു വെച്ചതിനെ കുറിച്ച് ആലോചിച്ച് അന്നത്തെ പ്രയാസത്തിൽ അതൊന്നും നോക്കാൻ ഒരാൾക്കും സമയമുണ്ടാവുകയില്ല എന്നാണ് പ്രവാചകൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു. അവരെങ്ങനെയാണോ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് അതുപോലെ നാം അവരെ തിരിച്ചു മടക്കുന്നതാണ്. വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ. അത് നാം വാഗ്ദത്തം ചെയ്തതാണ്, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നാണ്. അപ്പൊ ആ നിലക്ക് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമെന്നാണ്. എല്ലാവരെയും ആ ഒരു അവസ്ഥയിലായിക്കൊണ്ട്, ആ ഒരു വിശേഷണമുള്ളവരായിക്കൊണ്ടായിരിക്കും അവിടെ കൊണ്ടുവരിക. അതിനുശേഷം അവർക്ക് പിന്നീട് വസ്ത്രങ്ങൾ നൽകപ്പെടുമെന്നാണ്. അവരുടെ അവസ്ഥക്കനുസരിച്ച് അള്ളാഹു വസ്ത്രങ്ങൾ നൽകപ്പെടുമെന്നാണ്. അതിൽ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയാണ്. പിന്നീട് മറ്റുള്ളവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ധരിപ്പിക്കപ്പെടുമെന്നാണ്. എന്നാൽ അവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് കാഫിരീങ്ങളായ ആളുകൾക്ക് അവിടെ കൊടുക്കുന്നത് സറാബീലുൽ ഖത്റാൻ, വലിയ പ്രയാസമേകുന്ന, അവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു വസ്ത്രമായിരിക്കും അവർക്ക് കൊടുക്കുക എന്നാണ്. ധാറ് പോലെയുള്ള ഉരുകിയൊലിക്കുന്ന ഒരു വസ്ത്രമായിരിക്കും അവർക്ക് നൽകുക. അവരുടെ പ്രയാസം ഇരട്ടിക്കുന്ന രൂപത്തിലായിരിക്കും അവർക്കത് നൽകുക എന്നൊക്കെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവരെ വസ്ത്രം ധരിപ്പിക്കും. അവിടെ അവർ ആ നിലക്ക് വന്ന് ഒന്നുമില്ലാത്തവരായി വന്ന് വിവസ്ത്രരായി വന്ന്, പക്ഷേ പിന്നീട് അവർക്ക് വസ്ത്രം നൽകപ്പെടുമെന്നാണ്. ഈ മഹ്ശറ വൻസഭയെ കുറിച്ച്, അതെവിടെയാണ് സംഭവിക്കുന്നത്, അത് എങ്ങനെയാണ് ആ ലോകം എന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർദ്. അത് ഈ ഭൂമിയായിരിക്കുകയില്ല, ഭൂമിയെ മാറ്റപ്പെടുമെന്നാണ്, മറ്റൊന്നാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമെന്നാണ്. വസ്സമാവാതു വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അന്ന് ഈ ഭൂമിയെ മാറ്റിമറിച്ച് അത് വേറൊന്നാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമെന്നാണ്. ഹദീസുകളിൽ കാണാം, അത് വളരെ വെളുത്തതായ ഒരു ഭൂമിയായിരിക്കും. യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി അലാ അർദിൻ ബൈദാഅ അഫ്റാഅ കഖുർസത്തിൻ നഖി. വളരെ വെളുത്ത, ഒരു അടയാളവുമില്ലാത്ത
നമ്മളൊക്കെ വഴി അടയാളങ്ങൾ കാണാം. വഴിയിലൂടെ പോകുമ്പോഴൊക്കെ ഓരോ വഴിയുടെ അടയാളങ്ങൾ ഉണ്ടാകും. അവിടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ടാകും, ഇന്ന സ്ഥലത്തേക്ക് ഇന്ന റൂട്ട് എന്നതുപോലെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. അവിടെ ഒന്നും ഉണ്ടാകൂല എന്ന്, ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രീതിയിലായി, അതിൽ ഒരു വഴിയും തെരഞ്ഞു നടക്കാൻ സാധിക്കാത്ത രീതിയിലാണ് അതിനെ സംവിധാനിക്കുക. വെളുത്ത നിലമായിരിക്കും. അവിടെ ഒരു കുന്നോ ഒരു പൊന്തിയ സ്ഥലമോ ഒന്നും അതിനുണ്ടാവുകയില്ല, നിരന്നതായിരിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ നിലക്കായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറ വൻ സഭയെ സംവിധാനിക്കുക. ആ വെളുത്ത രീതിയിൽ, ആ പ്രതലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംവിധാനിക്കുമെന്നാണ്. മാത്രവുമല്ല, മറ്റൊന്ന്, എല്ലാ അമ്പിയാക്കളും എല്ലാ ആളുകളും ഈ സംഭവത്തെക്കുറിച്ച്, ഈ ഒരു ദിവസത്തെക്കുറിച്ച് ആളുകൾക്ക് ഉത്ബോധനം നൽകിയിട്ടുണ്ട്. ആരും ഇനി അറിഞ്ഞില്ല, ഞങ്ങൾക്ക് മനസ്സിലായില്ല, കേട്ടില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ലാത്ത രീതിയിൽ തന്നെ എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യത്തിന്റെ ഗണത്തിൽ ഈ ഒരു സംഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി നമുക്ക് ആ ഒരു സംഭവം കാണാൻ കഴിയും. ഒരുപാട് പ്രയാസങ്ങളെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ആയത്തുകൾ നമുക്ക് ധാരാളമായി കാണുവാൻ സാധിക്കും. ആ ദിവസത്തെക്കുറിച്ചുള്ള അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ചിലത് നമുക്കിവിടെ ഓർമ്മപ്പെടുത്താം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തെക്കുറിച്ച് പറഞ്ഞു, അൽ യൗമുൽ അദീം, അത് വലിയ ഒരു ദിവസമാണ്, വമ്പിച്ച ഒരു ദിവസമാണ്. അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അത് യൗമുൻ അദീമാണ്, വലിയ ഒരു മഹത്തരമേറിയ വലിയ ഒരു ദിവസമാണ്. പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ കലുഷിതമായ ഒരു ദിവസമാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന കാണാൻ കഴിയും. മാത്രവുമല്ല, വലിയ പ്രയാസമേറിയ ദിവസമാണ്, നല്ല ഭാരമുള്ള ദിവസമാണ് എന്നൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞ് കാണാൻ കഴിയും. യൗമൻ സഖീല, നല്ല ഭാരമുള്ള ദിവസം എന്നതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അന്ന് പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാത്രമല്ല, ആളുകളുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകും. അവർക്ക് വേദനയാണ്, അവർക്ക് പ്രശ്നങ്ങളാണ്, മനസ്സിനെ പ്രയാസമേകുന്ന ഒരു ദിവസമായിരിക്കും അവർക്കുണ്ടാവുക. ഹൃദയങ്ങൾ നടുങ്ങുന്ന ഒരു ദിവസമായിരിക്കും അന്നുണ്ടാവുക എന്നാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വലാ തലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറൻ നാസ സുഖാറ. അന്ന് മനുഷ്യരൊക്കെ കള്ളു കുടിച്ചവരെ പോലെ, മത്ത് പിടിച്ചവരെ പോലെയായിരിക്കും ഉണ്ടാവുക. അതിന്റെ പ്രയാസം കണ്ടിട്ട്, അതിന്റെ ആ ഒരു ഭയാനകത കണ്ടിട്ട് അവർക്കൊക്കെ മത്ത് പിടിച്ചതുപോലെയായിരിക്കും. മാത്രവുമല്ല, അന്ന് പ്രസവിക്കാരായ സ്ത്രീകൾ പ്രസവിച്ചു പോകും അതിന്റെ പ്രയാസത്താൽ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും. ഇന്ന സൽസലത സഅതി ശൈഉൻ അദീം, അതൊരു വമ്പിച്ച കാര്യമാണ്. ആ സഅത്തിന്റെ വരവ്, ആ ഖിയാമത്ത് നാളിന്റെ സംഭവം, അത് വലിയ പ്രയാസമുള്ള ഒന്നാണ്, വലിയ കാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും. മാത്രവുമല്ല, നമ്മുടെ കണ്ണഞ്ചിപ്പോകുമെന്നാണ്. അതിന്റെ പ്രയാസത്തിലും പ്രശ്നത്തിലുമൊക്കെ നമ്മളത് കാണുമ്പോൾ നമ്മുടെ കണ്ണഞ്ചിപ്പോകുന്ന, നമ്മുടെ കണ്ണ് പുറത്തേക്ക് തള്ളുന്ന രീതിയിൽ അത്ര പ്രയാസം അവിടെ ഉണ്ടാകുമെന്നാണ്. നമ്മൾ കണ്ടന്തം പൊട്ടു നിൽക്കുന്ന, ഒരു അന്താളിച്ചു പോകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകുന്നതാണ്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ദ്ദാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. ളാലിമീങ്ങൾ ചെയ്യുന്നത്, പ്രശ്നക്കാരായ ആളുകൾ, അക്രമികൾ ചെയ്യുന്നത് അള്ളാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? എന്നാൽ ആ വിചാരം തെറ്റാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ നുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ, അവരുടെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണ് തള്ളിപ്പോകുന്ന ഒരു ദിവസത്തേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് എന്ന് അല്ലാഹു പറയുന്നത് കാണുവാൻ സാധിക്കും. മാത്രവുമല്ല, മുഹ്തിഈന മുഖ്നിഈ റൂസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും വഅഫ്ഇദതുഹും ഹവാ. അവരന്ന് വലിയ പ്രയാസത്തിലായിരിക്കും, അവരുടെ തലകൾ താഴ്ത്തിയിട്ടായിരിക്കും ഉണ്ടാവുക. ആ നിലക്ക് വളരെ നിന്ദ്യരായി നിൽക്കുന്ന ഒരവസ്ഥ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് നമ്മുടെ കണ്ണ് തള്ളിപ്പോകാവുന്ന അത്രയും വലിയ പ്രയാസങ്ങൾ അവിടെ അവർക്ക് കാണേണ്ടി വരും, അവർക്കുണ്ടാകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. മാത്രവുമല്ല, ളാലിമീങ്ങളായ ആളുകളുടെ കൽബുകളിലേക്ക് അവരുടെ പ്രയാസങ്ങൾ എത്രമാത്രം ഉണ്ടാകുമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയപ്പോൾ പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട്. അവരുടെ ഹൃദയങ്ങൾ അവരുടെ തൊണ്ടക്കുടിയിലേക്ക് കയറി വരുമെന്നാണ്.
അത്ര കണ്ട് അവർ അന്താളിച്ചു പോകും. ആ അക്രമികൾക്ക് വരാൻ പോകുന്ന പ്രയാസങ്ങൾ, ആ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുമ്പോൾ എന്നാണ്. ആ ദിവസം അത്രയും പ്രയാസം. വഅൻദിർഹും യൗമൽ ആസിഫതി ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി ഖാദിമീൻ. ളാലിമീങ്ങളായ ആളുകൾ, ഈ ളാലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ അറിയിച്ചു കൊടുക്കുക, അവർക്ക് ഒരു ദിവസം വരാനുണ്ട്, യൗമുൽ ആസിഫ വരാനുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി ഖാദിമീൻ. അവരുടെ തൊണ്ടക്കുഴിയിലേക്ക് ഹൃദയം കയറി വരും. അത്ര അവർ അന്താളിച്ചു പോകുന്ന, അത്ര പ്രയാസങ്ങളിൽ അകപ്പെടുന്ന ഒരവസ്ഥ അവർക്ക് വരാനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും. മാത്രവുമല്ല, യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കണ്ണുകളും ഹൃദയങ്ങളുമൊക്കെ ആകെ മാറി മറിയുന്ന ദിവസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പ്രയോഗിച്ചത് കാണുവാൻ സാധിക്കും. ഖുലൂബു യൗമ ഇദിൻ വാജിഫ. ഹൃദയങ്ങൾ അന്ന് നടുക്കത്തിലായിരിക്കും. അബ്സാറുഹാ ഖാശിഅ. അവരുടെ കണ്ണുകൾ അന്ന് വിനയത്തിലായിരിക്കും. ഖാശിയത്ത് എന്ന് പറഞ്ഞാൽ വിനയപ്പെടുക എന്നാണ്. പക്ഷെ ഇവിടെ ഖാശിയത്ത് എന്ന് പറഞ്ഞാൽ പ്രയാസം നേരിട്ടിട്ട് അവരുടെ കണ്ണുകൾക്ക് പ്രയാസം വന്ന് അത് തൂങ്ങുന്നതിനാണ് ഖാശിയത്ത് എന്ന് പറഞ്ഞാൽ. അവരുടെ കണ്ടിട്ട് പ്രയാസം വരിക, ആ നിലക്കായിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നാണ്, അവസ്ഥയുണ്ടാവുക എന്നാണ്. കൈഫ തത്തഖൂന ഇൻ കഫർതും യൗമൻ യജ്അലുൽ വിൽദാന ശീബ. മറ്റൊരു പ്രയോഗം, അതിന്റെ വലിപ്പത്തെയും അതിന്റെ പ്രയാസത്തെയും പ്രകടമാക്കുന്ന മറ്റൊരു പ്രയോഗം അള്ളാഹു പ്രയോഗിച്ചത് ചെറിയ കുട്ടി പോലും നരച്ചു പോകുമെന്നാണ്. ചെറിയ കുട്ടി പോലും നരച്ചു പോകുന്ന ദിവസം എന്നതിന് പ്രയോഗം നമുക്ക് കാണാം. യൗമ യജ്അലുൽ വിൽദാന ശീബ. ചെറിയ കുട്ടികൾ പോലും നരച്ചു പോകുന്ന നിലക്ക് അതിന്റെ ഭയാനതയും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രയാസങ്ങൾ എത്രയുണ്ട് എന്ന് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിരിക്കും. മാത്രവുമല്ല, പരിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തമായ ഇടങ്ങളിൽ ധാരാളക്കണക്കിന് ആയത്തുകൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അന്ന് സംഭവിക്കുന്ന മറ്റൊന്ന്, നമ്മുടെയൊക്കെ ബന്ധങ്ങൾ അവസാനിക്കുമെന്നാണ്. ബന്ധങ്ങൾ പിന്നീട് നമുക്ക് ഉപകാരപ്പെടുകയില്ല. നമ്മൾ മക്കളായിരിക്കാം, കുടുംബക്കാരായിരിക്കാം, നമ്മളെ സഹായിച്ചിരുന്നവരായിരിക്കാം ദുനിയാവിൽ. പക്ഷേ അവിടെ കുടുംബ ബന്ധമോ മറ്റു ബന്ധങ്ങളോ ഒന്നുമല്ല നമ്മെ സഹായിക്കുക എന്നാണ്. അന്ന് നമ്മുടെ കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. അവർക്കിടയിൽ അൻസാബുകൾ, നസബുകൾ, പരമ്പരകൾ, ആ ബന്ധം അവർക്ക് ഉപകാരപ്പെടുകയില്ല. വലാ യതസാഅലൂൻ. പരസ്പരം അവർ ചോദിക്കുക പോലും ഇല്ല എന്നാണ്. ഇന്ന് ഇവിടെ നമുക്കറിയാം, നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ പരമ്പരകളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ എത്ര പ്രധാനമാണ് നമുക്ക് എന്നറിയാം. അവരൊക്കെ നമ്മെ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അവിടെ നമ്മളെക്കുറിച്ച് ചോദിക്കാനോ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുവാനോ ഒരാളെയും കാണുകയില്ല. മറിച്ച് സ്വന്തം കാര്യത്തിനായിരിക്കും പ്രാധാന്യം വരിക. അന്ന് ആ ബന്ധങ്ങളൊക്കെ അറ്റുപോകുമെന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അവർക്ക് എല്ലാവർക്കും അവരുടെ കാര്യം തന്നെ ഇഷ്ടം പോലെ നോക്കാറുണ്ടാവും. ഫഇദാ ജാഅത്തിസ്സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. സ്വന്തം സഹോദരിൽ നിന്ന് ഒരാൾ ഓടിപ്പോകുന്ന ദിവസം. വ ഉമ്മിഹി വ അബീഹി. തന്റെ ഉമ്മയിൽ നിന്ന് തന്റെ ഉപ്പയിൽ നിന്ന് ഓടിപ്പോകുന്ന ദിവസം. വ സാഹിബത്തിഹി വ ബനീഹി. തന്റെ ഭാര്യയിൽ നിന്ന് തന്റെ മക്കളിൽ നിന്ന് ഓടിയകലുന്ന ദിവസം. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നി. അന്നേ ദിവസം എല്ലാവർക്കും അവന്റെ കാര്യം തന്നെ ഇഷ്ടം പോലെ നോക്കാനുണ്ടാകും. മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ അവന് സമയമുണ്ടാവുകയില്ല, അതവന്റെ ചിന്തയിൽ വരിക പോലുമില്ല എന്നാണ്. അപ്പൊ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു തന്റെ ഭയാനകതയെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മാത്രവുമല്ല, യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്തി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈആ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. ഓ ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, മിനിങ്ങളെ എന്നല്ല വിളിച്ചത്, മറിച്ച് മനുഷ്യരെ എന്ന് വിളിച്ച അല്ലാഹു പറയും എല്ലാവർക്കും വരാനുള്ളതാണ്, എല്ലാവർക്കും ഇത് വരാനുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യരെ, തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. മാത്രവുമല്ല, വഖ്ശൗ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കണേ. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു പിതാവും തന്റെ മക്കളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ദിവസം, മക്കൾ ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ദിവസമാണത്. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈആ, തന്റെ ഉപ്പാക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത, മക്കൾക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ദിവസമാണെന്ന്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദത്തം അത് ശരിയാണ്, സത്യമാണ്, പുലരുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു ഉറപ്പെടുത്താൻ കാണുവാൻ സാധിക്കും. മാത്രവുമല്ല, വത്തഖൂ യൗമൻ ലാ
തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ. സ്വന്തം ശരീരത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, സ്വന്തത്തിന് പോലും ഉപകാരം ചെയ്യാൻ കഴിയുകയില്ല അന്ന്. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ. ആരെങ്കിലും ശുപാർശ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതല്ല. വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. അവർ സഹായിക്കപ്പെടുകയില്ല, ആരാലും അവർക്ക് സഹായം ലഭിക്കുകയില്ല. ഒരാൾ സഹായിക്കണം വിചാരിച്ചാൽ പോലും സാധിക്കുകയില്ല. അന്ന് അള്ളാഹുവിനാണ് പൂർണ്ണമായ അധികാരമുള്ളത്. അവന്റെ അധികാരത്തിൽ നിന്ന് ഒരാൾക്കും തന്നെ അള്ളാഹു അറിയാതെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരത്തെ ധിക്കരിച്ചുകൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ദിവസമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ആ ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. ആ ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നമുക്ക് അവിടം കൊണ്ട് അവസാനിക്കുമെന്നാണ്. നമ്മുടെ മരണവും അതുപോലെ തന്നെ ഖിയാമത്ത് നാളും, ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അമലുകൾ എടുക്കാനോ നമുക്ക് നഷ്ടപ്പെട്ടതിനെ നമുക്ക് ഓർമ്മ വരുമെന്നാണ്. മരിക്കുമ്പോഴും ഖിയാമത്ത് നാളിലും നമുക്ക് ഓർമ്മ വരുമെന്നാണ്. കാരണം നമ്മുടെ കണ്ണുകൾക്ക് കൂടുതൽ കാഴ്ച അള്ളാഹു നൽകും. അന്ന് നമ്മൾ കാണാത്ത കാഴ്ചകൾ നമ്മൾ കണ്ടു തുടങ്ങും. മലായിക്കത്ത് വരുന്നത് നമ്മൾ കാണും. നമ്മുടെ മുമ്പിൽ സംവിധാനിച്ച സംവിധാനങ്ങൾ നമ്മളിപ്പോൾ കാണും. ഒരു ബർസഖ് എന്ന് പറയുന്ന മറ അന്ന് നീക്കപ്പെടും. ദുനിയാവിനും ആഖിറത്തിനും ഇടയിൽ അള്ളാഹു സംവിധാനിച്ച ഒരു നിയലുണ്ട്, ഒരു മറയുണ്ട്. ആ മറ അന്ന് നീക്കപ്പെടുമെന്നാണ്. അപ്പൊ യഥാർത്ഥ കാഴ്ചകൾ നമ്മൾ കാണും. മലായിക്കത്ത് വരുന്നത് നമ്മൾ കാണും. നമ്മുടെ റൂഹിനെ പിടിക്കുന്നത് നമ്മൾ കാണും. അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഉണ്ടാകുമെന്നത് നമ്മൾ കാണുമെന്നാണ്. അന്ന് ഈ ളാലിമീങ്ങളായ ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിക്കാത്തവർ, അതുപോലെ തന്നെ തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത് സ്വതക്ക കൊടുക്കാനുണ്ടായിട്ട് അത് കൊടുക്കാത്തവർ, സക്കാത്ത് കൊടുക്കാനുണ്ടായിട്ട് അത് കൊടുക്കാത്തവർ, നമസ്കരിക്കാത്തവർ, എന്തൊക്കെ അള്ളാഹു കൽപ്പിച്ചുവോ പ്രവാചകൻ പഠിപ്പിച്ചുവോ അതൊന്നും ജീവിതത്തിലില്ലാതെ ജീവിച്ച ആളുകൾ അന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ആ മലായിക്കത്ത് വരുമ്പോൾ അവരിങ്ങനെ ഖേദിക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും അത് വെറും വാക്കാണ്, അത് അവരെ വിട്ടുകഴിഞ്ഞാൽ പഴയ ജീവിതത്തിലേക്ക് തന്നെ അവർ മടങ്ങിപ്പോകുമെന്ന് അള്ളാഹു മറുപടി കൊടുക്കുന്ന കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു പരലോകത്തിന് വേണ്ടിയാണ് പണിയെടുക്കേണ്ടത്. എല്ലാവർക്കും അവരുടെ കാര്യം മതിയായതാണ് എന്നാണല്ലോ പറഞ്ഞത്. ഒരാളും നമ്മെ സഹായിക്കാനുണ്ടാവുകയില്ല, ഒരാൾക്കും തന്നെ സഹായിക്കാൻ സാധിക്കുകയുമില്ല, നമ്മെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയുമില്ല. ആര് അള്ളാഹുവിന്റെ നരകത്തിൽ ശാശ്വതരായുവോ അവർക്ക് പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരൽ സാധ്യമല്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ആ ദിവസത്തെ, അള്ളാഹു സംവിധാനിച്ച ആ ദിവസത്തെ പേടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ജീവിതത്തിൽ നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുന്ന കാര്യമാണ്. കാഫിറുകൾ ഉണ്ടാകും അവിടെ. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളിൽ നിന്ന് തന്നെയുള്ള തെറ്റുകളും കുറ്റങ്ങളും അധികമായി ചെയ്ത ആളുകളുണ്ടാകും അവിടെ. അതുപോലെ തന്നെ മറ്റൊരു ടീമുണ്ടാകും, സാലിഹീങ്ങളായ അള്ളാഹുവിന്റെ സ്വർഗത്തിന് അവകാശികളായ മറ്റൊരു ടീമും അവിടെ ഉണ്ടാകുമെന്നാണ്. ഈ മൂന്നരത്തിൽ ആളുകൾ ആ ഖിയാമത്ത് നാളിൽ വന്നു നിൽക്കുമെന്നാണ്. ഇവർക്കൊക്കെ അവർക്കൊക്കെ പ്രത്യേകമായ ശിക്ഷകളും പ്രത്യേകമായ സുഖാനുഭൂതികളുമാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവർക്കുമുള്ള ശിക്ഷ ഒരുപോലെയല്ല, എല്ലാവർക്കുമുള്ള സംവിധാനങ്ങൾ ഒരുപോലെയല്ല, എല്ലാവർക്കുമുള്ള സ്വർഗത്തിന്റെ അനുഭൂതികൾ ഒരുപോലെയല്ല. അവർ ചെയ്തു വെച്ചതിനനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ആര് ഒരു നന്മ ഏറെ ചെയ്തുവോ അതിന് കൃത്യമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്നാണ്. എന്താണോ അവരുടെ അക്കൗണ്ടിലുള്ളത് അതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകുമെന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു സംവിധാനത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അവിടെ കാഫിരീങ്ങളായ ആളുകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്ന ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ആളുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ യൗമ യഖ്റുജൂന മിനൽ അജ്ദാതി സിറാഅൻ, അവർ ഖബറുകളിൽ നിന്ന് എളുപ്പം അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ കഅന്നഹും ഇലാ നുസ്ബി യൂഫിദൂൻ, അവർ ഒരു നാട്ടക്കുറ്റിയിലേക്ക് എന്നതുപോലെ, ഒരു കുത്തിവെച്ച നാട്ടക്കുറ്റിയിലേക്ക് എന്നതുപോലെ എല്ലാവരും ഒരു ഗേഹത്തേക്ക്, ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂടുമെന്നാണ്. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, അവരുടെ കണ്ണുകൾക്ക് ഒരുപാട് പ്രയാസം വന്ന് തൂങ്ങിയിട്ടുണ്ടാകും. തർഹഖുഹും ദില്ല, അവരെ നിന്ദ്യത ബാധിച്ചിട്ടുണ്ടാകും, നിന്ദ്യമായിട്ടായിരിക്കും അവരെ അവിടെ എത്തുക. ദാലികൽ യൗമുൽ ലദീ കാനൂ യുഅദൂൻ, ഈ ദിവസമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാഗ്ദാനം പറഞ്ഞിരുന്നത്, അവരെ ഭയപ്പെടുത്തിയിരുന്നത്, അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾ പണിയെടുക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞിരുന്നത്.
എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അപ്പോൾ കാഫിരീങ്ങളായി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നും നിരാശയായിരിക്കും. അവിടെ എത്തുമ്പോൾ നിരാശയായിരിക്കും. അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ, ആ മഹ്ശറ വൻസഭയിലേക്ക് എത്തുമ്പോൾ അവർ എന്നും നിന്ദ്യരായിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക എന്നാണ്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്ത, തെറ്റുകൾ ചെയ്ത മനുഷ്യരുണ്ടാകും. അത്തരം ആളുകളും അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമെന്നാണ്. ഇദാ ജമഅ അല്ലാഹുൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യക്കാരെയും അവസാനക്കാരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിയാൽ യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ യർഫഉ ലികുല്ലി ഖാദിരിൻ ലിവാ, എല്ലാ ആളുകൾക്കും അവർ ചെയ്തതിനനുസരിച്ചുള്ള, അവരുടെ തെറ്റുകൾക്കനുസരിച്ചുള്ള ഒരു പതാക അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്നാണ്. തെറ്റുകൾ വർദ്ധിക്കുന്നതോറും ആ പതാക ഉയർന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. അവർ തെളിവായിക്കൊണ്ട് അവർ ഇത്ര തെറ്റ് ചെയ്തവരാണ് എന്ന് എവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ലിവാ, ആ ഒരു പതാക ഉയർന്നു നിൽക്കുമെന്നാണ്. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓരോരുത്തർക്കുമുള്ള ശിക്ഷകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നടപ്പിലാക്കുമെന്നാണ്. അതിൽ ഒരാളുടെ ഭൂമി കവർന്നെടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ശിക്ഷയുണ്ടാകും, കട്ടെടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് ശിക്ഷയുണ്ടാകും. എന്തെന്ത് പ്രശ്നങ്ങൾ അവർ ചെയ്തിട്ടുണ്ടോ, എന്തെന്ത് കുറ്റങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ശിക്ഷ നൽകുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഖദ മിനൽ അർളി ഷൈഅൻ ബിഗൈരി ഹഖ്ഖിഹി ഖസഫ ബിഹി യൗമൽ ഖിയാമത്തി ഇലാ 70 അർദീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഭൂമി കവർന്നെടുത്ത, അവന് ഹക്കില്ലാതെ, അവന് അവകാശമില്ലാത്ത ഒരു ഭൂമി അവൻ കുറച്ച് കവർന്നെടുത്തിട്ടുണ്ട് എങ്കിൽ അത് കുറച്ചാവട്ടെ ധാരാളമാവട്ടെ എത്രയായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്ന ശിക്ഷ ഖസഫ ബിഹി യൗമൽ ഖിയാമ, അവൻ ഖിയാമത്ത് നാളിൽ 7 ഭൂമികൾ പിളർത്തി അതിനടിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കുമെന്നാണ്. വലിയ രീതിയിൽ അവരെ ശിക്ഷിക്കുമെന്നാണ്. ചെറിയ പാപങ്ങൾ ചെയ്താൽ പോലും ശിക്ഷയുടെ ഗൗരവം അത് വലുതായി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നല്ലവരായിക്കൊണ്ട് മുഅ്മിനീങ്ങളായി സത്യവിശ്വാസികളായി ജീവിക്കാനുമാണത്. അവിടെ വരുന്ന ശിക്ഷകളെ ഒരിക്കലും നമുക്ക് താങ്ങാൻ കഴിയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ടീമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ള ആളുകൾ. രണ്ട് മുഖമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നല്ലവരായി നല്ല പിള്ള ചമയുന്നു, എന്നാൽ മറ്റുള്ളവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മോശമായി പെരുമാറുന്നു. രണ്ട് തലമുള്ള ആളുകളായി ജീവിച്ചിട്ടുണ്ട് എങ്കിൽ ഖിയാമത്ത് നാളിൽ ജനങ്ങളിൽ തന്നെ ഏറ്റവും മോശപ്പെട്ടവർ ഷർറുന്നാസ്, അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദിൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ളവരാണവർ. അല്ലദീ യഅതി ഹൗലാഇ ബിവജ്ഹിൻ വഹൗലാഇ ബിവജ്ഹിൻ, ചില ആളുകളുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അവർ നല്ല വെള്ള ചമയുന്നു, എന്നാൽ അപ്പുറത്ത് പോകുമ്പോൾ അവരുടെ മോശപ്പെട്ട മുഖം അവിടെ വെളിവാക്കുന്നു. എന്നാൽ ഇവരുടെ മുമ്പിൽ ഇപ്പോഴും നല്ലവരായി തുടരുകയും ചെയ്യുന്നു. ആ അവസ്ഥയുള്ളവരാണോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത് അവിടെ വലിയ ശിക്ഷകളാണ്. അവരാണ് ഏറ്റവും ജനങ്ങളിൽ തന്നെ വെച്ച് ഏറ്റവും ഷർറുന്നാസ്, ഏറ്റവും മോശപ്പെട്ടവർ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. എന്നാൽ വിശ്വാസികളായ ആളുകൾ, രണ്ട് ടീമുകൾ നമ്മൾ പറഞ്ഞു. കാഫിരീങ്ങളായ ആളുകൾക്ക് അവർക്ക് നിന്ദ്യതയായിരിക്കും, അവർക്ക് എന്നും പ്രയാസമായിരിക്കും അവിടെ ഉണ്ടാവുക. മാത്രവുമല്ല അവർക്ക് നിന്ദ്യത കൊണ്ട് അവിടെ കണ്ണുകൾ താഴ്ന്നിരിക്കും. അവർക്ക് നിന്ദ്യത കൊണ്ട് ഒന്നും പറയാൻ ഉരിയാടാൻ കഴിയാത്ത രീതിയിൽ എല്ലാ നിലക്കും അവർ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ദ്യരായിരിക്കുമെന്നാണ്. മറ്റൊരു കൂട്ടരെ നമ്മൾ പറഞ്ഞത് മുഅ്മിനീങ്ങളിൽ തന്നെ തെറ്റ് ചെയ്തവർ, അവർക്ക് ഓരോ തെറ്റുകൾക്കനുസരിച്ച് കൃത്യമായി അതിനുള്ള അടയാളങ്ങൾ അവർക്ക് ഉയർത്തപ്പെടും. മാത്രവുമല്ല ആ മഹ്ശറ വൻസഭയിൽ തെളിഞ്ഞു നിൽക്കും അവരുടെ ആ ഒരു കാര്യം എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കൂട്ടർ സാലിഹ്യങ്ങളായ ആളുകൾ, നല്ല ആളുകൾ, മുത്തഖീങ്ങളായ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ച ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് പേടിക്കാനില്ല. ലാ യഫ്സഊന ഇൻദമാ യഫ്സഉന്നാസ്, ജനങ്ങൾ പേടിക്കുമ്പോൾ അവർക്ക് പേടിക്കേണ്ടി വരികയില്ല. വലാ യഹ്സനൂന ഇൻദമാ യഹ്സനുന്നാസ്, ജനങ്ങൾ ഭയപ്പെടുമ്പോൾ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, ഖേദം പ്രകടിപ്പിക്കേണ്ടി വരില്ല. ഉലൈകഹും ഔലിയാഉർ റഹ്മാൻ, അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ആളുകൾ അവരാണ്. അല്ലദീന ആമനൂ ബില്ലാഹ്, അള്ളാഹു വിശ്വസിച്ചവരാണവർ. വഅമിലൂ ബിതാഅത്തില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ എടുത്ത് അമലു സാലിഹാത്തുകൾ വർദ്ധിപ്പിച്ചവരാണവർ. ഇസ്തിഅദാദൻ ലിദാലിക്കൽ യൗം, ആ ഒരു ദിവസത്തിനുള്ള ഒരുക്കം എന്ന നിലയ്ക്ക് ചെയ്തവരാണവർ. അതുകൊണ്ട് തന്നെ
അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ സംവിധാനിച്ചു. അള്ളാഹുവിന്റെ ഇഷ്ടം ഈ ലോകത്ത് നിന്ന് നേടിയവരാണ് അവർ. ഈ ലോകത്ത് മറ്റെല്ലാ ഇഷ്ടങ്ങളെയും മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ കുറിച്ചുള്ള വിശേഷണങ്ങൾ വളരെ നന്നായ രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വിശദീകരിച്ച് തരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദൂൻ ലാ യസ്മഊന ഹസീസഹാ വഹും ഫീമാ ഇശ്തഹത് അൻഫുസുഹും ഖാലിദൂൻ ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബർ വതതലഖാഹുൽ മലായികതു ഹാദാ യൗമുകുമുൽ ലദീ കുൻതും തുഅദൂൻ. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറിയവർ, ഏറ്റവും നല്ല നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഈ ലോകത്ത് ആരാധിച്ചവർ, അതിനുവേണ്ടി പണിയെടുത്തവർ, ഖിയാമത്ത് നാളിൽ വിജയിക്കാൻ വേണ്ടി പണിയെടുത്തവർ, ഉലൈക അൻഹാ മുബഅദൂൻ, അവർ ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നവരാണ്. ലാ യസ്മഊന ഹസീസഹാ, അതിന്റെ ഒന്നും തന്നെ അവർക്ക് ബാധിക്കുകയില്ല. നരകത്തിന്റെ ഒരു പ്രയാസവും അവർക്ക് അനുഭവപ്പെടുകയില്ല. വഹും ഫീമാ ഇശ്തഹത് അൻഫുസുഹും ഖാലിദൂൻ, അവർക്ക് ഇഷ്ടപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്നാണ്. ആ സ്വർഗ്ഗത്തിൽ അവർ ശാശ്വതമായിരിക്കുകയും ചെയ്യും. ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള അൽ ഫസഉൽ അക്ബർ, ഫസഉൽ അക്ബർ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ ഒന്നും തന്നെ അവരെ ബാധിക്കുകയില്ല. അതിന്റെ വിഷയത്തിൽ ഒന്നും തന്നെ അവർക്ക് വ്യസനിക്കേണ്ടി വരികയില്ല. വതതലഖാഹുൽ മലായിക, മലായികത്ത് അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയും, ഹാദാ യൗമുകുമുൽ ലദീ കുൻതും തുഅദൂൻ, ഇതാണ് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതായ ആ ദിവസം ഇതാണ് എന്നവരോട് വന്ന് അള്ളാഹുവിന്റെ മലായികത്തുകൾ പറയുമെന്നാണ്. മാത്രവുമല്ല ഇത്തരം ആളുകളോട് വിളിച്ചു പറയുമെന്നാണ്, യാ ഇബാദി, ഓ അടിമകളെ, ലാ ഖൗഫുൻ അലൈക്കും, നിങ്ങൾക്കൊരു പേടിയും വേണ്ട ഇന്നേ ദിവസം. ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾ പേടിക്കേണ്ടതില്ല. വലാ അൻതും തഹ്സനൂൻ, വ്യസനിക്കേണ്ടതില്ല. അല്ലദീന ആമനൂ ബി ആയാതിനാ വകാനൂ മുസ്ലിമീൻ, എൻ്റെ ആയാത്തുകളിൽ വിശ്വസിച്ചവരെ, എൻ്റെ മുസ്ലിമീങ്ങളായി ജീവിച്ചവരെ, നിങ്ങൾക്കൊരിക്കലും പേടിക്കേണ്ടി വരില്ല, വ്യസനിക്കേണ്ടി വരില്ല എന്ന് അള്ളാഹുവിന്റെ മലായികത്ത് അവിടുന്ന് വിളിച്ചു പറയുമെന്നാണ്. മാത്രവുമല്ല അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുന്നത്, അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അള്ളാഹുവിന്റെ ആളുകൾ അവരാരാണെന്ന് നിങ്ങൾ അറിയുക. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കേണ്ടി വരില്ല, ആ ദിവസത്തിൽ വ്യസനിക്കേണ്ടി വരില്ല. അവർ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവർ വിശ്വസിച്ചവരാണ് അല്ലാഹുവിൽ, അതുപോലെ തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായി കൊണ്ട് ജീവിച്ചവരുമാണ്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ, ഈ ദുനിയാവിൽ അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. വഫിൽ ആഖിറതി, ആഖിറത്തിലും അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ലാ തബ്ദീല ലികലിമാത്തില്ലാ, അല്ലാഹുവിന്റെ വാഗ്ദത്തം ഒരിക്കലും അല്ലാഹു ലംഘിക്കുകയില്ല. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് ഏറ്റവും വമ്പിച്ച വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ കുറിച്ച് ഉറപ്പെടുത്തുന്ന കാണുവാൻ സാധിക്കും. എന്തുകൊണ്ട് അവർക്ക് ഇത് ലഭിച്ചു? ഇവർക്ക് ലഭിക്കാനുള്ള കാരണം ഈ ദുനിയാവിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു. അള്ളാഹു സംവിധാനിച്ച ഈ ഖിയാമത്ത് നാളിനെയും നരകത്തെയും പേടിച്ചുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സ്വർഗം അള്ളാഹു സംവിധാനിച്ച സ്വർഗത്തിലേക്ക് എത്തണമെന്നുമുള്ള അതിയായ മോഹമാണ് അവരെ അതിലേക്ക് എത്തിച്ചത് എന്നാണ്. അത്തരം ആളുകളുടെ വാക്കുകൾ നമുക്ക് കാണാം. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ, ഞങ്ങൾ അള്ളാഹുവിന്റെ ഈ ഭയാനകമായ നരകത്തെയും അതിന്റെ സംവിധാനങ്ങളെയും ഖിയാമത്തിലെ പ്രയാസങ്ങളെയും പേടിച്ചുകൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് തന്നെ ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗമി, ആ ദിവസത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തി. വലഖാഹും നദ്റതം വസുറൂറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏറ്റവും പ്രസന്നരായിക്കൊണ്ട് സന്തോഷത്തോടുകൂടെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാനും അല്ലാഹുവിനെ തിരിച്ചിങ്ങോട്ട് കാണാനുമുള്ള സംവിധാനം അല്ലാഹു ഒരുക്കി. വജസാഹും, അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകി. ബിമാ സബറു ജന്നതം വഹരീറ, അവർ ക്ഷമിച്ചതിന്റെ പേരിൽ, ഈ ദുനിയാവിൽ ക്ഷമിച്ചു നിന്നതിന്റെ പേരിൽ, ക്ഷമിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഗുണമാണ്. ഈ ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മെ കണ്ണഞ്ചിപ്പിക്കുകയും നമുക്ക് വേണ്ടത് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ വലിയ സൗകര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വലിയ കാര്യങ്ങൾ അലങ്കാരമായി കാണിച്ചു ഹറാമായ കാര്യങ്ങളായിരിക്കും, ഹറാമായ കാര്യങ്ങളായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും, പ്രയാസങ്ങളായിരിക്കും. പക്ഷേ അതൊക്കെ നമുക്ക് വലിയ കാര്യങ്ങളായി കണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ നിന്ന് നമ്മൾ വിട്ടകന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അതില്ലാതിരിക്കണമെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇബാദത്തിലായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തൃപ്തിയുള്ള കാര്യങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയും. അതാണ് സബർ എന്ന് പറഞ്ഞാൽ. അത്തരം ആളുകളായിരുന്നു ഇവർ. വജസാഹും ബിമാ സബറു, അവർ ക്ഷമിച്ചതിന്റെ പേരിൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല
പ്രതിഫലം നൽകി ജന്നത്തൻ വഹരീറ, ജന്നത്തൻ വഹരീറ, പട്ടും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പൂന്തോട്ടങ്ങളും സ്വർഗങ്ങളുമൊക്കെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകി എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കേണ്ടത് ഒരു സായിമിനെ പോലെയാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയും നമുക്ക് കാണുവാൻ സാധിക്കും. സും യൗമക്കൽ അദിന ലഅല്ലക ഫീ ഗദിൻ തഫൂസു ബിഈദിൽ ഫിത്രി വന്നാസു സുബ്ബമു. സും യൗമക്കൽ അദിന, ഈ ദിവസത്തിൽ നിങ്ങൾ നോമ്പുകാരനെ പോലെ ജീവിക്കുക. നോമ്പുകാരന്റെ പ്രത്യേകത, അവന് തിന്നാൻ ഹറാമാക്കിയ ഒരുപാട് കാര്യങ്ങൾ മുമ്പിൽ വരും, പക്ഷേ അവനെ തിന്നുന്നില്ല, അവൻ ഭക്ഷിക്കുന്നില്ല. മഗ്രിബ് വരെ കാത്തു നിൽക്കുകയാണ് അള്ളാഹിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, അതുവരെ കാത്തു നിൽക്കുകയാണ്. എന്നതുപോലെ ദുനിയാവിൽ നിങ്ങൾ ആഖിറത്തിനു വേണ്ടി കാത്തു നിൽക്കുക. അവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വരാനുണ്ട്. ആ മഗ്രിബാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മരണം വരെ നിങ്ങൾ കാത്തു നിൽക്കുക. ആ മരണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാനുള്ളത് വലിയ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസത്തിൽ നിന്ന് നോമ്പെടുത്തോളിയും, ഈ ദുനിയാവിൽ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നിന്നോളിയും, ഹറാമിലേക്കൊന്നും പോവാതെ അള്ളാഹുവിനെ ഇബാദത്തെടുത്തുകൊണ്ട് നല്ലവരായി ജീവിച്ചോളിയും. എന്നാൽ നിങ്ങൾക്ക് ആളുകൾ അന്ന് നോമ്പെടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട് ഖിയാമത്ത് നാളിൽ. അവർക്കൊന്നും കിട്ടൂല, തിന്നാൻ കിട്ടൂല. അള്ളാഹിന്റെ റസൂലിന്റെ ഹൗലിൽ നിന്ന് വരെ ആട്ടപ്പെടുന്ന ആളുകളുണ്ട്. ആ ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കന്ന് ഈദുൽ ഫിത്ർ ആഘോഷിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാം. കാരണം ഇന്ന് നിങ്ങൾ ക്ഷമിച്ചു. ഈ ദുനിയാവിൽ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ദിവസത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം, ഒരു പ്രയാസവും നിങ്ങൾക്ക് വരികയില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രവുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറയുന്നതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഖാലല്ലാഹു വഇസ്സതി വജലാലി, എന്റെ പ്രതാപമാണ് സത്യം, ലാ അജ്മഉ ലിഅബ്ദി അംനൈൻ വലാ ഖൗഫൈൻ, എന്റെ അടിമക്ക് ഞാൻ രണ്ട് അമ്നിനെയും അതുപോലെ തന്നെ രണ്ട് പ്രയാസത്തെയും ഖൗഫിനെയും നാം നൽകുകയില്ല എന്നാണ്. അമ്നി എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ്. രണ്ട് സമാധാനത്തെയും അതുപോലെ തന്നെ രണ്ട് ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടി, രണ്ട് പേടിയെയും നാം നൽകുകയില്ല. ഇൻഹുവ അമിനനി ഫിദ്ദുനിയ, എന്നെ ദുനിയാവിൽ അവൻ എന്റെ പേരിൽ സമാധാനിച്ചിട്ടുണ്ട് എങ്കിൽ അഖഫ്തുഹു യൗമ അജ്മഉ ഫീഹി ഇബാദി, എന്നെ മറന്നുകൊണ്ട് എന്റെ വിഷയത്തിൽ സമാധാനമായിക്കൊണ്ട് അവൻ ജീവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്റെ കാര്യങ്ങളൊന്നും നോക്കാതെ, ഈ ഖിയാമത്ത് നാളിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ, നരകത്തെ കുറിച്ചൊന്നും ആലോചിക്കാതെ, ഞാനുണ്ട് എന്നതിനെ ഒന്നൊക്കെ മറന്നുകൊണ്ട് സമാധാനപൂർണമായി ജീവിച്ചിട്ടുണ്ട് എങ്കിൽ എന്ന് പറഞ്ഞാൽ ഹറാമിലും എന്തൊക്കെ അള്ളാഹു വിലക്കിയോ അതിലൊക്കെ അവൻ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ, ആ ഒരു സമാധാനത്തിൽ അവൻ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ അവനെ നാം പേടിപ്പിക്കുന്നതാണ് ഖിയാമത്ത് നാളിൽ. അതുപോലെ തന്നെ വൈൻഹുവ ഖാഫനി ഫിദ്ദുനിയ, എന്നെ ദുനിയാവിൽ അവൻ പേടിച്ചിട്ടുണ്ട് എങ്കിൽ അമിൻതുഹു യൗമ അജ്മഉ ഫീഹി ഇബാദി, എന്റെ അടിമകളെയൊക്കെ ഞാൻ ഒരുമിച്ച് കൂട്ടുന്ന ഖിയാമത്ത് നാളിൽ ഞാൻ അവന് സമാധാനം കൊടുക്കുമെന്നാണ്. അപ്പൊ ഈ ജീവിതത്തിൽ ഈ ദുനിയാവിൽ സമാധാനപൂർണമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുക എന്നതാണ്. എന്നാലേ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ നമുക്ക് സമാധാനം നൽകുകയുള്ളൂ. ആ സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇന്ന് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയിൽ ഈ ലോകത്ത് നമ്മൾ ജീവിക്കണം. എന്നാൽ അള്ളാഹുവിന്റെ ആ ഖിയാമത്ത് നാളിൽ ആരെയും നമുക്ക് പേടിക്കേണ്ടി വരികയില്ല. ആ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളമായി ജന്നത്തിനെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ കേൾക്കുന്നവരാണ് നമ്മൾ. ഒരുപക്ഷെ നമ്മൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടേക്ക് വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുനിയാവിന്റെ കാര്യങ്ങളിലുമൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ അവിടേക്ക് നമുക്ക് ആ ഈമാനും ആ തഖ്വയും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് അതൊക്കെ വീണ്ടെടുക്കാൻ ഇത്തരം മജാലിസുകളിലും അതുപോലെ തന്നെ ഖുതുബകളിലും ഒക്കെ നമ്മൾ വരിക, ക്ലാസ്സുകളിലേക്ക് നമ്മൾ ഇരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക എന്നത് തന്നെയാണല്ലോ പ്രധാനം. ആ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പേടിച്ച് ജീവിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾ പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, മറ്റു ബന്ധുമിത്രാദികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല
അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. ഫലസ്തീനിൽ കഷ്ടപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നോറ്റ നോമ്പും അതുപോലെ തന്നെ നാം നിർവഹിക്കുന്ന ഖിയാമുൽ ലൈലും തറാവീഹ് നമസ്കാരങ്ങളുമൊക്കെ അല്ലാഹു സ്വീകരിക്കുന്ന അമലായി ഉൾപ്പെടുത്തുമാറാവട്ടെ. വഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.